ഹായ് ഫ്രണ്ട്സ്, മെഫിൻ. കരിക്കുലർ അക്കാദമി 2025 സൈറ്റ് എഞ്ചിനീയേഴ്സിനും പ്രൊജക്ട് എഞ്ചിനീയേഴ്സിനും ആയിട്ട് പുതിയൊരു ബണ്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതിന്റെ പേരാണ് MEC സൈറ്റ് എഞ്ചിനീയർ 1.0. കുറെ അധികം ക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു, കുറെ മെയിൽസ്, കുറെ മെസ്സേജസ്, കുറെ ഡിസ്കഷൻസ് ഒക്കെ ഇതിന്റെ അണ്ടർ നടന്നിട്ടുണ്ടായിരുന്നു. എക്സ്പീരിയൻസ് പ്രൊഫഷണൽസ് ആയാലും ജസ്റ്റ് പാസ് ഔട്ടുള്ള ഫ്രഷേഴ്സ് ആയാലും അവരുടെ നിർബന്ധ പ്രകാരമാണ് നമ്മൾ പുതിയൊരു പാക്കേജ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ എഞ്ചിനീയേഴ്സിനാണെങ്കിൽ സൈറ്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹോട്ട് ആയിട്ടുള്ള ജോബ് പൊസിഷനാണ്. മിഡിൽ ഈസ്റ്റിലായാലും യൂറോപ്പിലായാലും നല്ല ഹൈ പേയിങ് സാലറി ആയിരിക്കും. ഒരു പ്രൊജക്ട് ഉണ്ടെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈറ്റ് എഞ്ചിനീയർ മസ്റ്റ് ആയിരിക്കും. വലിയ പ്രൊജക്ട് ആണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ 4-5 സൈറ്റ് എഞ്ചിനീയേഴ്സ് അവൈലബിൾ ആയിരിക്കും. അപ്പൊ അത്രയധികം ഡിമാൻഡ് കറണ്ട് മാർക്കറ്റിൽ ഇപ്പോൾ സൈറ്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ പ്രൊജക്ട് എഞ്ചിനീയേഴ്സിന് ഉണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന ഒരാളാണ് സൈറ്റ് എഞ്ചിനീയർ അല്ല പ്രൊജക്ട് എഞ്ചിനീയർ ഇല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊജക്ട് മുന്നോട്ട് പോവില്ല. അപ്പൊ അത്രയധികം ഇമ്പോർട്ടൻസ് ഒരു പ്രൊജക്ട് ഉണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അതുണ്ടായിരിക്കും. എസ്പെഷ്യലി കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റിലാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ പ്രൊജക്ട് എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു മേജർ ഒരു റോള് വഹിക്കുന്ന ആളുകളാണ്. സൈറ്റ് എഞ്ചിനീയർ ആവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. കുറെ അധികം കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. എല്ലാവിധ ഡിസിപ്ലിൻസിലും പോയിട്ട് കൂടുതൽ ഇൻഫർമേഷൻസ് അത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, അതിന്റെ സിസ്റ്റംസ് എന്തൊക്കെയാണ്, അതിന്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് പഠിക്കാൻ പറ്റും. അപ്പൊ ഇഫ് യു ആർ എ സ്റ്റുഡന്റ് ഓർ എ ഫ്രഷർ, നിങ്ങൾക്കിത് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് പുതിയൊരു നല്ലൊരു ഗ്രോത്തിലേക്ക് കരിയർ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. എപ്പോഴാണ് നല്ലൊരു കരിയർ പ്രൊഫഷണലിൽ ഒരാൾ എത്തിച്ചേരാം? ഹാർഡ് വർക്ക്, കൺസിസ്റ്റൻസി മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന സിലബസ്, നമ്മൾ പറയുന്ന പാക്കേജ് കൃത്യമായിട്ട് നോളജ് അക്യൂർ ചെയ്യണം. അതുപോലെ തന്നെ അത് കീപ്പ് ഓൺ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. എസ്പെഷ്യലി സോഫ്റ്റ്വെയർ ആണെങ്കിൽ ചെയ്ത് നമ്മുടെ ഈ പാക്കേജിൽ കുറേ സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓട്ടോകാഡ് ഉണ്ട്, പ്രൈമറി ഉണ്ട്, അതുപോലെ എക്സൽ ഉണ്ട്. അങ്ങനെ കുറേ സോഫ്റ്റ്വെയർസ് നമ്മുടെ ഈ പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ സോഫ്റ്റ്വെയറുകളും പാരലായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പറയുന്ന പ്രൊജക്റ്റിൽ ട്രെയിനിങ് ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ചെയ്ത് നമുക്ക് വൺസ് ഒരു ഇന്റർവ്യൂ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായി പെർഫോം ചെയ്യാൻ, അതുപോലെ ഓൺ സൈറ്റിൽ പോയാലും നമുക്ക് വലിയ പേടി ഉണ്ടാവില്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊജക്ട് ഒക്കെ നമ്മൾ പണ്ടേ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി കരിക്കുലൊക്കെ അത് നമ്മൾ 3 കാറ്റഗറി ഓഫ് പ്രൊജക്ട്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിലെല്ലാം വർക്ക് ചെയ്യാനും അതിൽ മാർക്കറ്റിൽ ഇൻഡസ്ട്രിയിൽ ഗ്രേഡുള്ള പ്രൊജക്ട്സ് ആണ് അല്ലാതെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് സ്റ്റാൻഡേർഡിൽ പോയാലും, ഇപ്പൊ യൂറോപ്പിൽ പോയാലും ഇന്ത്യയിൽ പോയാലും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ പോയാലും ഈ പ്രൊജക്ട് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിലെങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യുന്നുള്ള ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഫ്രഷർ അല്ലെങ്കിൽ സ്റ്റുഡന്റ് ആണ് നിങ്ങൾ ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. എക്സ്പീരിയൻസ് ഇല്ലല്ലോ എന്ന് എനിക്ക് ഈ പാക്കേജിൽ നമുക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. കരിക്കുലർ അക്കാദമിയുടെ ഈ ഒരു പാക്കേജിൽ നമ്മൾ 3 പ്രൊജക്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, CV അല്ലെങ്കിൽ വളരെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ 3 പ്രൊജക്ട്സ് ലിസ്റ്റ് ചെയ്യാം. ഞാൻ ഈ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരോട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾ എക്സ്പീരിയൻസ് ഇല്ലാണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ബാക്കിയുള്ള സ്റ്റുഡൻസിനും ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പ്രയോറിറ്റി കിട്ടും. നമ്മൾ 1 സ്റ്റെപ്പ് മുന്നിലായിരിക്കും. എന്താ കാരണം നമ്മൾ ഓൾറെഡി ഇൻഡസ്ട്രി ഗൈഡുള്ള പ്രൊജക്ട്സിൽ നമ്മൾ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതായിരിക്കും നിങ്ങളുടെ ഫ്രഷേഴ്സിന് അഡ്വാൻറ്റേജ് ആയിരിക്കുക. നിങ്ങൾ എക്സ്പീരിയൻസ് പ്രൊഫഷണൽസ് ആണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ പേടിക്കണം. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പ്രൊവൈഡ് ചെയ്ത് നമ്മുടെ ബേസിക്കിൽ നിന്ന് അഡ്വാൻസിലേക്കാണ് നമ്മൾ ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ കുറെ അധികം ടോപ്പിക്സ് കവർ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ലേറ്റർ നമുക്ക് നോക്കാം. ഈ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും മറന്നിടുന്ന എന്താ കാര്യങ്ങൾ, അതായത് എക്സ്പീരിയൻസ് പ്രൊഫഷണൽസ് ആണെങ്കിൽ ചില പെർട്ടിക്കുലർ ഏരിയ മാത്രമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രൊജക്ട് എഞ്ചിനീയേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ സീനിയർ പൊസിഷനിലേക്ക് മാറുന്ന സമയത്ത് കുറെ അധികം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്ത് ഇത് കറക്റ്റ് ആയിട്ട് ബെനിഫിറ്റ് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലാനിങ് സെക്ഷൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, എസ്റ്റിമേഷൻ സെക്ഷൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ക്വാണ്ടിറ്റി സർവേ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പിന്നെ എല്ലാം മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ സിസ്റ്റംസ് എല്ലാം ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് എവിടെയും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഈ ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. അതിന് ഉപരിയായിട്ട് മുന്നേ പറഞ്ഞ പോലെ പ്രൊജക്ട് ഒക്കെ നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും CV-ലൊക്കെ. അപ്പൊ ഇനി നമ്മുടെ കോറായിട്ടുള്ള നമ്മുടെ കരിക്കുലർ സിലബസിലേക്ക് കടക്കാം. അതിനായിട്ട് നമുക്ക് 2 ഭാഗം തിരിക്കാം. ഫേസ് 1 ഉണ്ട്, ഫേസ് 2 ഉണ്ട്. ഫേസ് 1 എന്ന് പറയുന്നത് 45 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സെക്ഷൻ ആണ്. അതിനുശേഷം ഫേസ് 2 എന്ന് പറയുന്നത് അത് 10 ഡേയ്സ് ആയിരിക്കും ആ സെക്ഷൻ ഉണ്ടായിരിക്കാം. ഓക്കെ, റഫ്ലി പറയുകയാണെന്ന് വെച്ചാൽ ഫേസ് 1 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സിലബസ് ആയിരിക്കും. നമ്മൾ ചെയ്യുന്ന എന്തൊക്കെ നോളജ് ആണ്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്, അതെല്ലാം നമ്മൾ ഫേസ് 1-ലായിരിക്കും കവർ. അതിനാണ് കൂടുതൽ സമയം വേണ്ടത്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഷനിലാണ് നമുക്കൊരു കാര്യം പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഫേസ് 2 എന്ന് പറയുന്നതാണ് കംപ്ലീറ്റ്ലി മോക്ക് ടെസ്റ്റ്, മോക്ക് ഇന്റർവ്യൂസും, എവിടേക്കാണ് പ്ലേസ്മെന്റിന്റെ കാര്യം, എങ്ങനെ CV പ്രിപ്പയർ ചെയ്യാം, അങ്ങനെ ലിങ്ക്ഡിൻ പ്രൊഫൈല്, അങ്ങനത്തെ കാറ്റഗറി ഒക്കെ ആയിരിക്കും ഫേസ് 2 ഡിസ്കസ് ചെയ്യാം. നമുക്ക് ലേറ്റർ നമുക്ക് നോക്കാമല്ലാതും. അപ്പൊ നമുക്ക് ആദ്യം ഒരു ഫേസ് 1-ലേക്ക് കടക്കാം. നമുക്ക് ഫേസ് 1-ൽ എന്തൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വായിച്ച് പറഞ്ഞുതരാം. ഇതിൽ ആദ്യമായിട്ട് വരുന്നത് ഡ്യൂറേഷൻ മുന്നേ പറഞ്ഞ പോലെ 45 ദിവസമാണ് വരുന്നത്. ഓട്ടോകാഡ് സോഫ്റ്റ്വെയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം കൺസ്ട്രക്ഷൻ സേഫ്റ്റിയിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് പ്രൊജക്ട് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നീട് വരുന്നതാണ് പ്രൊജക്ട് പ്ലാനിങ്.
പ്രൊജക്ട് പ്ലാനിങ് സ്കെഡ്യൂളിംഗ് ഒക്കെ എങ്ങനെയാണ് ഒരു പ്രൊജക്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രൊജക്ട് എങ്ങനെയാണ് റൺ ചെയ്യുന്നത്, എന്തൊക്കെ സ്റ്റെപ്പുകളിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് സൈറ്റ് എഞ്ചിനീയർ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ ഈ 3 ബിൽഡിംഗ് സർവീസിൽ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ സിസ്റ്റംസ് ആണ്, എന്തൊക്കെ ഐറ്റംസ് ആണ്, എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് ഒരു പ്രൊജക്റ്റിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം കടന്നു പോകണം MEC എസ്റ്റിമേഷൻ. MEC പറയുന്നത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ എസ്റ്റിമേഷൻ എങ്ങനെ ചെയ്യാം, എങ്ങനെ ബിൽ ഓഫ് മെറ്റീരിയൽസ് എങ്ങനെ അറേഞ്ച് ചെയ്യാം, എങ്ങനെയാണ് കോസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതിലൊക്കെ ആയിരിക്കും എക്സലിന്റെ പ്രാധാന്യം കയറി വരുന്നത്. അപ്പൊ ഇത്രത്തോളം വരുന്നുണ്ട്. അതിനുശേഷം പിന്നീട് വന്നിരുന്നതാണ് ക്വാണ്ടിറ്റി സർവേ. ക്വാണ്ടിറ്റി സർവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഓരോ സിസ്റ്റംസ് ഉണ്ടല്ലോ, മെക്കാനിക്കൽ ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്, സിവിൽ ഉണ്ട്, ഇതിൽ കുറെ അധികം എക്യുപ്മെന്റ്സ് ഉണ്ട്, കുറെ മെറ്റീരിയൽസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ എങ്ങനെ ക്വാണ്ടിഫൈ ചെയ്യും, ഒരു പ്രൊജക്ട് എന്തോരം ഐറ്റംസ് ആയിരിക്കും വരെ, എന്തോരം അക്സസറീസ് ആയിരിക്കും വരെ, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതാണ് MEC എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മൊഡ്യൂൾ. പിന്നെ വരുന്ന ടോപ്പിക്കാണ് മെറ്റീരിയൽ മാനേജ്മെന്റ്. മെറ്റീരിയൽ മാനേജ്മെന്റ് പറയുമ്പോൾ ഒരു പ്രൊജക്റ്റിലേക്ക് കുറെ അധികം മെറ്റീരിയൽ വരുന്നുണ്ട്, കുറെ അധികം മെറ്റീരിയൽ വേസ്റ്റ് ആവുന്നുണ്ട്, മെറ്റീരിയൽസ് കുറെ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്, മെറ്റീരിയൽ എങ്ങനെ ഓർഡർ ചെയ്യാം. ഈ സിറ്റുവേഷൻസിലൂടെ ഒക്കെ ഒരു പ്രൊജക്ട് എഞ്ചിനീയർ ആയാലും സൈറ്റ് എഞ്ചിനീയർ ആയാലും മസ്റ്റ് ആയിട്ട് കടന്നുകൊണ്ടായിട്ട് വരും. അതിന്റെ ഒരു മൊഡ്യൂൾ നമുക്ക് അവൈലബിൾ ആണ്. പിന്നീട് വരുന്നതാണ് ബില്ലിംഗ് കോഡ് ആൻഡ് സ്റ്റാൻഡേർഡ്. അതായത് നമുക്ക് ഓരോ രാജ്യത്ത് പോയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും. മെറ്റീരിയൽസിനായാലും അതുപോലെ തന്നെ ഇൻസ്റ്റലേഷൻ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സിനായാലും. ഇപ്പൊ UAE പോയാൽ നമ്മൾ ചെയ്യുന്ന പോലെ ആയിരിക്കും ഇന്ത്യയിൽ ചെയ്യാം. അപ്പോൾ അധികം ഒരു സ്റ്റാൻഡേർഡ്സിന്റെ ഗവൺമെന്റ് പറയുന്ന കുറെ സ്റ്റാൻഡേർഡ്സും അതുപോലെ തന്നെ കോഡുകൾ ഉണ്ടായിരിക്കും. അത് ഭയങ്കര ഡീറ്റെയിൽ ആണ്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. പിന്നീട് വരുന്നതാണ് ക്വാളിറ്റി മാനേജ്മെന്റ്. അതായത് ഒരു പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് ഒരു ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, കുറെ ഡോക്യുമെന്റേഷൻ ഉണ്ട്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു മൊഡ്യൂൾ സെക്ഷൻ ആണ് വരുന്നത്. പിന്നീട് വരുന്നതാണ് കൺസ്ട്രക്ഷൻ പ്രൊജക്ട് സൂപ്പർവൈസിംഗ് സിസ്റ്റം. നമ്മൾ ഒരു പ്രൊജക്ട് ജനറലൈസ് ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ വെച്ചാൽ നമ്മൾ സൂപ്പർവൈസിങ് ചെയ്യണം. എന്നാലാണ് നമ്മുടെ ഇപ്പോൾ ടെക്നീഷ്യൻസ് ആയാലും അതുപോലെ തന്നെ ലേബേഴ്സ് ആയാലും വർക്ക് ചെയ്യണം. ആസ് എ പ്രൊജക്ട് എഞ്ചിനീയർ, സൈറ്റ് എഞ്ചിനീയർ ആണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ കുറച്ച് കമാൻഡ്സ് കൊടുക്കും. അതെങ്ങനെയാണ് വർക്ക് ചെയ്യണത്, എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം അത് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഫേസ് 1 നമ്മുടെ കംപ്ലീറ്റ് ആയി. അപ്പൊ ഇത്രയധികം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കരിക്കുലർ സിലബസ് ആണ് നമ്മൾ അവൈലബിൾ. അപ്പൊ നമുക്ക് ഇപ്പൊ ഇലക്ട്രിക്കലിനെ പറ്റി വലിയ കാര്യമായിട്ട് അറിയാത്ത ഒരാളായിരിക്കും സിവിൽ എഞ്ചിനീയർ. അപ്പൊ ഒരു സൈറ്റ് എഞ്ചിനീയർ ആണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡിസിപ്ലിനെ പറ്റി, ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു സർവീസിനെ പറ്റി കൃത്യമായി അറിഞ്ഞിരിക്കണം. അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ പ്രൊജക്ടിനുള്ളിൽ പോയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ റിപ്പോർട്ട് ജനറേറ്റ് സംസാരിക്കേണ്ട ഒരു മീറ്റിംഗ്സ് ഉണ്ടാക്കിയിരിക്കും. അപ്പൊ നമുക്ക് പ്രൊജക്ടിന്റെ ഓരോ സിസ്റ്റംസിനെ പറ്റി അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇതെല്ലാം തറവായിട്ട് നമ്മൾ ഫേസ് 1 പഠിച്ചിരിക്കണം. ഇനി നമുക്ക് ഫേസ് 2 നോക്കാം. ഫേസ് 2 കടക്കാൻ പോവാണ്. ഫേസ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ മെയിൻലി സോഫ്റ്റ് സ്കിൽസും അതുപോലെ തന്നെ ഇന്റർവ്യൂ തന്നെ പ്രിപ്പയർ ചെയ്യാം. നിങ്ങളൊരു പ്ലേസ്മെന്റിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഭാഗമാണ് ഫേസ് 2 എന്ന് പറയുന്നത്. അത് ഏകദേശം ഒരു 10 ദിവസം നീണ്ടു നിൽക്കുന്ന സെഷൻസ് ആണ്. അതല്ലാതെ ലൈവ് സെഷൻസ് ആയിരിക്കും. ലൈവ് സെഷൻസ് എന്റെ കൂടെ ആയിരിക്കും ലൈവ് സെഷൻസ് കറന്റ്ലി അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമ്മൾ ഫേസ് 1 കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും ഫേസ് 2 ജോയിൻ ചെയ്യാൻ പറ്റും. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഷനിലേണ്ട നമുക്ക് വീഡിയോ കിട്ടാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഫേസ് 1 നല്ല ക്ലിയർ ആയിരിക്കും സിസ്റ്റംസ് ഒക്കെ. അന്നേരമാണ് നമുക്ക് ഫേസ് 2 നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഫേസ് 2 നോക്കി ലൈവ് പ്രൊജക്ട് ഡിസ്കഷൻ എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ മുന്നേ പറഞ്ഞതാണ്. 3 പ്രൊജക്ട് ആയിരിക്കും. ഒന്ന് ഹോസ്പിറ്റൽ, പിന്നെ വില്ല, അങ്ങനെ 3 കാറ്റഗറി ഓഫ് പ്രൊജക്ട്സ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. നമ്മുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അതില് പ്രൊജക്ട് നമ്മൾ എങ്ങനെയാണ് സൈറ്റ് എങ്ങനെ വർക്ക് ചെയ്യും, അതിൽ എന്തൊക്കെ ഡീറ്റെയിലിംഗ് ആണ് വേണ്ടത് നമ്മൾ ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്തു. അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ കോഴ്സിൽ അല്ലെങ്കിൽ ഈ മെന്റർ സെക്ഷനിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റെസ്യൂം ക്രിയേഷൻ സെക്ഷൻ. നിങ്ങൾക്ക് ഒരു ബയോഡാറ്റ ഇല്ല, ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾക്ക് ബയോഡാറ്റ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ സ്ക്രാച്ച് ചെയ്യുന്ന നമ്മൾ ഒരു ബയോഡാറ്റ ഉണ്ടാക്കിയെടുക്കും. എക്സ്പീരിയൻസ് പ്രൊഫഷണൽസിനാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ പഴയ ബയോഡാറ്റ മോഡിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. ഇതെല്ലാം നമ്മൾ കവർ ചെയ്യുന്നതാണ് 1-to-1 ആയിട്ടുള്ള ലൈവ് സെക്ഷൻ റെസ്യൂം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നീട് പോകുന്നതാണ് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ചാൽ നമുക്ക് ലൈവ് ആയിട്ട് നമുക്ക് ചോദിക്കാം. അതായത് ഫേസ് 1 എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വെച്ചാൽ ഫേസ് 2 നമുക്ക് ചോദിക്കാം. പറ്റിയ സിസ്റ്റംസിനെ പറ്റിയിട്ടോ പറ്റിയുള്ള എക്യുപ്മെന്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നോ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഫേസ് 2 നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന ഓപ്പണിംഗ് ഉണ്ട്. പിന്നീട് വരുന്ന ഇൻഡസ്ട്രിയൽ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കറന്റ്ലി ഈ പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു ആളായിട്ട് ഒരു പേഴ്സണായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ലൈവ് നമ്മൾ ചാറ്റ് ചെയ്യും. എങ്ങനെയാണ് അവിടെ കറന്റ്ലി വർക്ക് ചെയ്യാണ്, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ അല്ല കാര്യമാണോ, നമ്മൾ പറഞ്ഞത് ഇപ്പൊ മാർക്കറ്റ് എന്ത് നടക്കുന്നത്, അങ്ങനെ പറഞ്ഞിട്ട് ഒരു ലൈവ് ഇന്ററാക്ഷൻ ഉണ്ടായിരിക്കും ഒരാളായി. പിന്നെ നമുക്ക് പോകേണ്ട സെക്ഷനാണ് HR ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആൻഡ് ടിപ്സ്. പിന്നെ HR മോക്ക് ഇന്റർവ്യൂ 4 സെക്ഷൻസ്. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർവ്യൂവിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും, സൈറ്റ് എഞ്ചിനീയർ ആണ്, നിങ്ങൾക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഫേസ് ചെയ്യേണ്ടവരാ, അത് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ 4 മോക്ക് ഇന്റർവ്യൂസ് ഉണ്ട്. മോക്ക് ഇന്റർവ്യൂസ് നമ്മളെ
കരിക്കുലം ടീമിലത്തെ മെമ്പേഴ്സ് ആയിട്ട് മോക്ക് സെക്ഷൻസ് ഉണ്ടായിരിക്കും. കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിന് നിങ്ങൾ എങ്ങനെ വരുന്നത്, ഫേസ് ടു ഫേസിൽ ഇന്റർവ്യൂ എങ്ങനെയായിരിക്കും, അതേപോലത്തെ ഒരു ക്ലിയർ ഇന്റർവ്യൂ സെക്ഷൻസ് 4 നിങ്ങൾക്ക് അവൈലബിൾ. അപ്പൊ നിങ്ങൾ പേടി കണ്ടു പോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ശരിക്കും ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നീട് വരുന്നതാണ് ലിങ്ക്ഡിൻ പോർട്ടൽ സെറ്റപ്പ്. അത് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ CV കൊടുക്കുന്ന കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കുറച്ച് കുറവാണ്. അതിന് പകരമായിട്ട് നമ്മൾ ലിങ്ക്ഡിൻ പ്രൊഫൈലായിരിക്കും പല കമ്പനി ചോദിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഈ പാക്കേജിൽ തന്നെ ലിങ്ക്ഡിൻ എങ്ങനെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ഇല്ലാത്തവരാണെന്ന് വെച്ചാൽ എങ്ങനെ സെറ്റപ്പ് ചെയ്യാം, സ്റ്റുഡന്റ് ആണെങ്കിൽ എങ്ങനെ റെഡിയാക്കാം, അങ്ങനത്തെ കാര്യം ഡിസ്കസ് ചെയ്ത് പോകുന്നതാണ് ലിങ്ക്ഡിന്റെ ഒരു സെക്ഷൻ ഉണ്ടായി. പിന്നെ എന്താണ് ജോബ് പോർട്ടൽ, അതുപോലെ തന്നെ ജോബ് അസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും. ജോബ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ അധികം ഓരോ രാജ്യത്തും ഓരോ ജോബ് പോർട്ടൽസ് ആയിരിക്കും ഫേമസ് ആയിരിക്കാം. ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നൗക്കരി ആയിരിക്കാം, ഇൻഡീഡ് ആയിരിക്കാം. അതുപോലെ നമ്മളിപ്പോ UAE പോവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ UAE ഡുബിസർ എന്ന് പറയുന്ന വെബ്സൈറ്റ്, അങ്ങനത്തെ ഫേമസ് ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ വെബ്സൈറ്റ്സിൽ നമ്മുടെ പ്രൊഫൈൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, ഇങ്ങനെയൊക്കെ ആരും സ്ട്രഗിൾ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് നല്ലൊരു എന്താ പറയുക ബെനിഫിറ്റ് ആയിട്ട് വരുന്ന ഒരു സെക്ഷൻ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡന്റ് ആണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രാച്ച് ചെയ്താണ് നമ്മൾ നല്ല അഡ്വാൻസ് ലെവലിലേക്ക് ഒരു എഞ്ചിനീയർ ബിൽഡ് ചെയ്ത് കൊണ്ടിരുന്നത്. അപ്പം ഇതെല്ലാതും ഇതിൽ അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ജോബ് പോർട്ടൽ സെറ്റപ്പ് ചെയ്യണം. പിന്നെ ഇതിൽ അവസാനമായിട്ട് വരുന്നതാണ് പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ജോബ് അസിസ്റ്റൻസ്. ഓക്കെ, പിന്നെ അതിന്റെ സർട്ടിഫിക്കേഷൻ. പ്ലേസ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കരിക്കുലം അക്കാദമിയുടെ സൈഡിൽ നിന്ന് നമുക്ക് കുറെ അധികം നെറ്റ്വർക്ക് കണക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ പല കമ്പനികളായിട്ട് നമ്മൾ ടൈപ്പ് ഉണ്ട്. നമ്മുടെ ഓരോ സെക്ഷൻ കഴിയുന്നതോറും നമ്മൾ ഓരോ കാൻഡിഡേറ്റ്സിനെ അനലൈസ് ചെയ്തതിനു ശേഷം കംപ്ലീറ്റ് ഫേസ് 1 ഫേസ് 2 കംപ്ലീറ്റ് ആക്കി മുന്നേ പറഞ്ഞ പോലെ ഹാർഡ് വർക്ക് കൺസിസ്റ്റൻസി ആയിരിക്കും ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അത് വെച്ചിട്ട് നമ്മൾ ഫുൾ ആയിട്ട് നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അതായത് നിങ്ങളൊരു നെക്സ്റ്റ് ജോബ് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 100% കരിക്കുലം അക്കാദമി സൈഡിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അതിനുശേഷം കരിക്കുലം അക്കാദമിയുടെ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആയിരിക്കും. ഇഫ് യു വാണ്ട് എനി ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് നമുക്ക് അതും പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു ഫേസ് 1 ഫേസ് 2 കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ വരുന്നത്. നിങ്ങൾ ഫ്രഷർ ആണ്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് പ്രൊഫഷണൽസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊജക്ട് എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പോയിട്ട് നിങ്ങൾക്ക് കോഴ്സ് ബൈ ചെയ്യാം. ഈ മെന്ററിംഗ് സെക്ഷൻസ് എല്ലാം ബൈ ചെയ്യാൻ നിങ്ങൾക്ക്. അതായത് ഈ മെന്റർ സെക്ഷൻ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹൈബ്രിഡ് ടൈപ്പ് ആണ്. ലൈവ് സെക്ഷൻസ് ഉണ്ടായിരിക്കും, അതുപോലെ റെക്കോർഡിംഗ് സെക്ഷൻസ് ഉണ്ടായിരിക്കും. ഫേസ് 1 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി റെക്കോർഡ് സെക്ഷൻസ് ആയിരിക്കും. അതായത് ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടെന്ന് കഴിഞ്ഞാൽ 1 ഡേ ഗ്യാപ്പ് ഇട്ടായിരിക്കും പുതിയൊരു സെക്ഷൻ അവൈലബിൾ ആയിട്ട് വരാം. ഇതെല്ലാം നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യണമെന്ന് വെച്ചാൽ കാണാൻ പറ്റും. അതുപോലെ ഫേസ് 2 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ലൈവ് ആയിരിക്കും. 1-to-1 സെക്ഷൻസ്, ഇന്ററാക്റ്റീവ് സെക്ഷൻസ് ആയിരിക്കും. ഇപ്പൊ തന്നെ പോയിട്ട് കോഴ്സ് പോയിട്ട് ബുക്ക് ചെയ്യും. നിങ്ങൾക്ക് ഇനിയും കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെമോ സെക്ഷൻ ബുക്ക് ചെയ്യാം. 1-to-1 സെക്ഷൻ കരിക്കുലം ടീമായിട്ട് നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ബൈ ചെയ്യാം, കോഴ്സ് ബൈ ചെയ്യാം. കരിക്കുലം അക്കാദമിയുടെ MEC സൈറ്റ് എഞ്ചിനീയർ 1.0 എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് ഇപ്പൊ കറന്റ്ലി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏർലി ബേർഡ് ഓഫർ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ തന്നെ കോഴ്സിന് 1 വീക്ക് മുന്നേ ഏർലി ബേർഡ് ഓഫർ അവസാനിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇപ്പൊ തന്നെ പോയിട്ട് കോഴ്സിൽ എൻറോൾ ചെയ്യുക, അല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷൻ ബുക്ക് ചെയ്യുക. അപ്പൊ സീ യു ദെൻ, ബൈ.